നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SNDPയുടെ നിലപാടെന്ത് എന്ന് തുറന്നു പറയുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ന്യൂസ് 18നോട്. കേന്ദ്ര സർക്കാരിന് വാനോളം പുകഴ്ത്തുന്ന സമീപനം ആണ് ഇത്തവണ വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിച്ചിട്ടുള്ളത്. NDAക്ക് അനുകൂലമായ ഒരു തരംഗം കേരളത്തിലുമുണ്ട് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെക്കുന്നു. ആലപ്പുഴ മണ്ഡലത്തിൽ അതിശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത് എന്നുകൂടി പറയുമ്പോൾ ശോഭാ സുരേന്ദ്രനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നതിന്റെ സൂചന കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ നൽകിയത്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തൃശൂരിലെ അപ്രിയ സത്യങ്ങൾ പറയുന്നില്ല എന്നുകൂടിയാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പ്രതികരണം. ഇലക്ഷന് ശേഷം എല്ലാം തുറന്നു പറയും, സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടക്കുറവ് ഉണ്ടാകുമെന്നും വെള്ളാപ്പള്ളി നടേശൻ ന്യൂസ് 18നോട് പ്രതികരിച്ചു. തൃശ്ശൂർ BJPയുടെ ഒരു ക്ലാസ് മണ്ഡലം എന്ന് വിലയിരുത്തപ്പെടുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂരിലെ മത്സരത്തെ എങ്ങനെയാണ് നോക്കുന്നത്? അവിടെ എത്രമാത്രം വിജയ സാധ്യത ഉണ്ട്? ആദ്യഘട്ടത്തിൽ കിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കിട്ടിയ ഒരു ഹൈപ്പ് അത് ഇപ്പോഴുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടെന്നാണ് നീ പറഞ്ഞതിന്റെ അർത്ഥം. ആദ്യം നല്ലതുണ്ടായിരുന്നു, ഇപ്പൊ അത്ര ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയല്ലേ എന്നോട് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വിശ്വാസം അതാണ്, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളത്. ഞാനിപ്പോൾ ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. കാരണം ഈ ഇലക്ഷൻ്റെ മധ്യത്തിൽ നിൽക്കുമ്പോൾ ഒരാളെ പറ്റി ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾ ചോദിച്ചതെല്ലാം പെട്ടിയായ ശേഷം ചോദിച്ചാൽ ഞാൻ ഓരോരുത്തരെ പറ്റിയും വ്യക്തമായും പറയാം. പെട്ടി പൊട്ടിക്കുന്നതിന് മുമ്പ് എണ്ണുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞാൽ അതൊരു മറ്റു പലർക്കും വളരെ പ്രയാസങ്ങളുണ്ടാകും. അപ്പോൾ സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ പലർക്കും ഇഷ്ടക്കുറവ് വരും. നമ്മൾ ഈ സന്ദർഭത്തിൽ കുറേ അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കുന്നതല്ലേ നല്ലത്. തൃശൂരിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പോരുമായി ബന്ധപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രതികരണം ഇതാണ്. ശരണ്യ വീണ്ടും ചേരുന്നുണ്ട്. ശരണ്യ, അതായത് തൃശൂരിൽ അടിയൊഴുക്കുകൾക്ക് സാധ്യതയുണ്ട്, കാലുവാരലുകൾക്ക് സാധ്യതയുണ്ട്, അങ്ങനെയൊക്കെയുള്ള വായനകൾ വേണമല്ലോ വെള്ളാപ്പള്ളിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് തിരിച്ചെടുക്കേണ്ടത്. എന്തുകൊണ്ട് ഷാർപ്പായി കൃത്യമായി ഒരു പ്രതികരണത്തിന് വെള്ളാപ്പള്ളി തയ്യാറായില്ല തൃശൂരിലെ ചോദ്യത്തിന്? തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചൊക്കെ കൃത്യമായ നിലപാട്, BJP സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് കൃത്യമായ നിലപാട് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ തൃശൂരിനെ സംബന്ധിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. മറുപടി പറയാൻ തയ്യാറായില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ പോലും ഇൻഡയറക്റ്റ് ആയി അദ്ദേഹം ചില കാര്യങ്ങൾ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതായത് നമ്മൾ ഉന്നയിച്ച ചോദ്യം എന്ന് പറയുന്നത് തൃശൂരിൽ ആദ്യഘട്ടത്തിൽ ക്ലാസ് മണ്ഡലമായ BJPക്ക് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥിത്വത്തിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു മുൻതൂക്കം, ആ മുൻതൂക്കം ഇപ്പോഴുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അത്തരത്തിലൊരു ഇടിവ് BJPയുടെ പ്രവർത്തനത്തിൽ BJP സ്ഥാനാർത്ഥിത്വത്തിൽ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സൂചനകൾ ഉണ്ടല്ലോ എന്നുള്ള ചോദ്യത്തിനാണ് അദ്ദേഹം ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞത്. അതായത് തൃശൂർ അപ്രിയ സത്യം എന്നുള്ളതാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. അത് വളരെ വ്യക്തമാണ് ആ വരികളിൽ. അതായത് തിരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ താൻ സത്യങ്ങൾ തുറന്നു പറയുന്നില്ല. അങ്ങനെ ഒരു സത്യം ഇപ്പോൾ തുറന്നു പറയേണ്ടി വന്നാൽ അത് അപ്രിയ സത്യമായി പോകും എന്നുള്ളതാണ് വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നത്. അതിൽ തന്നെ വരികൾ വ്യക്തമാണ്. അഭിലാഷ്, എന്താണ് അദ്ദേഹം ആ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചും തൃശൂരിലെ പ്രചരണത്തെ സംബന്ധിച്ചും BJPയുടെ സാധ്യതയെ സംബന്ധിച്ചും അദ്ദേഹം പറഞ്ഞത് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. മാത്രമല്ല അപ്രിയ സത്യങ്ങൾ താൻ ഇപ്പോൾ തുറന്നു പറഞ്ഞാൽ അത് പലരിലും വേദനയുണ്ടാക്കും, അതുകൊണ്ട് താൻ പറയുന്നില്ല. മറിച്ച് തിരഞ്ഞെടുപ്പിന് ശേഷം വോട്ട് പെട്ടിയിലായതിനു ശേഷം കൃത്യമായി അപാകതകളെ സംബന്ധിച്ചും എന്ത് സംഭവിച്ചു, BJPയുടെ സ്ഥാനാർത്ഥികൾക്ക് എന്ത് സംഭവിച്ചു എന്നും ഓരോ വ്യക്തികളെയും കൃത്യമായി ഓരോ വ്യക്തികളെ കുറിച്ചും താൻ തന്റെ അഭിപ്രായം രേഖപ്പെടുത്തും എന്നും അദ്ദേഹം പറഞ്ഞു ഒഴിയുന്നതിനിടയിൽ വളരെ വ്യക്തമാണ് തൃശൂർ BJPയെ സംബന്ധിച്ച് അപ്രിയ സത്യമാണ് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ പ്രകടമാണ്. അവിടുത്തെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചും ആ പ്രകടനത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിന് തൃപ്തിയില്ല എന്നുള്ള കൃത്യമായ മറുപടിയാണ് യോഗം ജനറൽ സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. എന്തായാലും പെട്ടി പൊട്ടിച്ച ശേഷം താൻ ഈ വിഷയത്തിൽ കൃത്യമായി പ്രതികരിക്കാം എന്നുകൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അതേ